നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഴി എണ്ണാൻ തയ്യാറായിക്കോളാൻ അവരോട് പറഞ്ഞേക്ക്. നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? എന്താ ഞാൻ പറഞ്ഞത് കോമഡിയാണെന്ന് തോന്നിയോ? സോറി, ഞാൻ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതാ. ഇതറിയുമ്പോ നിനക്കെത്ര ഫീൽ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ചിരിക്കുന്നത്? എടോ മണ്ട, ഞാൻ വെറുതെ നിന്നെ വട്ടാക്കിയതാ. എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിട്ടുപോവില്ല. പിന്നെയല്ലേ ഡിവോഴ്സ്? ആക്കിയതാണല്ലേ? അതെ, ശരിക്കും ആക്കിയതാ. എനിക്കിപ്പോ സമാധാനമായി. എന്നാലും ഇവിടെ നടന്നതൊക്കെ ആരാ നിന്നെ വിളിച്ചു പറഞ്ഞത്? അതൊക്കെ ശിവാനി വീഡിയോ എടുത്ത് അമ്മായിക്ക് അയച്ചു കൊടുത്തിരിക്കുക. ഓ, കണ്ടപ്പോഴേ സാർ വസുന്ധരാന്റിയെ ബോധിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മയും അമ്മാവനും ഒക്കെ ആ വീഡിയോ കണ്ട് വിശ്വസിച്ചിരിക്കുക. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിഷമിക്കണ്ട, ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. ഈ ചതി ചെയ്ത് ശിവാനിക്ക് ഞാൻ നല്ല ഡോസ് കൊടുക്കുന്നുണ്ടോ? എന്തിനാ ശിവാനിയെ മാത്രം പറയുന്നത്? ഈ തന്ത്രം പ്ലാൻ ചെയ്തത് വസുന്ധരാന്റി തന്നെയല്ലേ? ആന്റിയുടെ വെറും ഒരു ടൂളാണ് ശിവാനി. ഒരു ക്രൈം നടന്നാൽ പ്രതിയാക്കേണ്ടത് അതിനുപയോഗിച്ച ആയുധത്തെ അല്ല, ആ ആയുധം പ്രയോഗിച്ച ആളെയാണ്. സാറിന് പ്രതികരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വസുന്ധര ആന്റിക്കെതിരെ പ്രതികരിക്ക്. അതാണ് ഹീറോയിസം. ശിവാനിയെ വെറുതെ വിട്ടേക്ക്. നീ എന്റെ കൂടെ ബാംഗ്ലൂർക്ക് വന്ന അതാണ് അമ്മയ്ക്ക് ശിവാനിക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല തിരിച്ചടി. അതെനിക്കറിയാം. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാല്ലേ? പോവാം. പക്ഷേ പുറപ്പെടുന്നതിന് മുൻപ് എന്നെ കൂടെ കൊണ്ടുപോവാണെന്ന് സാർ വസുന്ധരാന്റിയുടെ മുൻപിൽ ഉറപ്പിച്ചു പറയണം. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ സാർ എന്നെ വിളിക്ക്. ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഞാൻ വരാം. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. എങ്കില് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ശരി, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. സാറിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത്തിരി പിടിവാശി കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനി എന്ന് ഞാൻ ആന്റിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ടി വരും. രണ്ട് ദിവസത്തേക്ക് എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഗൗതമിന്റെ കൂടെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്താ വസു നിന്റെ അഭിപ്രായം? 2 ദിവസം ഏട്ടം ഫ്രീ ആണെങ്കിൽ പണി ഞാൻ തരാം. അതിന് ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബാംഗ്ലൂരിൽ പോയാലേ എനിക്ക് പഴയ പരിചയക്കാരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാലോ. ഗൗതമൊരു സഹായമാവും. ഗൗതം പറഞ്ഞത് അവന് സഹായികളെയൊന്നും ആവശ്യമില്ലെന്നാ. അതിപ്പോ ഞാൻ കൂടെ പോയാൽ അവന് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവൻ കൂടുതൽ സന്തോഷിക്കണ്ട. ഈ യാത്രയെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാ, അല്ലാതെ എക്സ്കർഷൻ അല്ല. ശരിയാണ്. എന്നാലും എന്റെ ഏട്ടാ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് എന്നോട് പറ. അതാ നമുക്ക് രണ്ടാൾക്കും കൂടുതൽ എളുപ്പം. ഏയ്, എന്റെ മനസ്സിലൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? എന്താ രണ്ടുപേരും കൂടെ ഒരു കണ്ണും കലാശവും? ഏയ്, ഒന്നുമില്ല. ഇല്ലേ? ഉണ്ട്. അല്ല വസു, ഇവിടുന്ന് ശിവാനി ബാംഗ്ലൂരിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞു. അത് ശരിയാണോ? ഗൗതമിന്റെ കൂടെ അവളെന്തിനാ പോകുന്നത്? ശിവാനി പോകുന്നത് ഗൗതമിന്റെ കൂടെ അല്ല. അവള് ബാംഗ്ലൂർ എന്തോ ഓഡിഷന് വേണ്ടി പോകുന്നതാ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ കുഴപ്പമില്ല. ശിവാനി ഓഡീഷന് വേണ്ടി ബാംഗ്ലൂരിൽ പോകുന്നതിൽ നമുക്കെന്താ കുഴപ്പമല്ലേ? അവള് പോയിട്ട് വരട്ടെ. വസു പറഞ്ഞത് വിശ്വസിച്ചു ഗോപിയേട്ടന് അഭിനയിക്കുകയാണോ? ശിവാനിയുടെ ഉദ്ദേശം ഗൗതമിന്റെ കൂടെയുള്ള യാത്രയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അത് വസുവിനോട് തുറന്നു പറയാൻ ഗോപിയേട്ടന് എന്തിനാ എത്ര പേടി? ഇനി നിന്റെ നാടകമൊന്നും വേണ്ട വസു.
നിധിയും ഗൗതമിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നീ തന്നെയാ ശിവാനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സമ്മതിച്ചു, എല്ലാം എന്റെ നാടകം തന്നെയാ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? കഴിഞ്ഞ 30 വർഷങ്ങളായി ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാൻ തന്നെയാ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏട്ടനനുസരിക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. ഏട്ടത്തിയുടെ ബുദ്ധിമുട്ട് ഞാൻ കാര്യമാക്കുന്നുമില്ല. ഭാരിച്ച കാര്യങ്ങളിൽ തലയിടാതെ ഗൗതമിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ നോക്ക്. ബാംഗ്ലൂരിൽ എന്ത് നടക്കണമെന്നും അത് കഴിഞ്ഞ് ഇവിടെ എന്ത് നടക്കണമെന്നും ഒക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതേ നടക്കൂ. ഇനി എന്ത് ചെയ്യും ഗോപിയേട്ടാ? ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. എന്താ? വസു പറഞ്ഞതുപോലെ ഗൗതമിന്റെ ബാഗ് ഒരുക്കുക, അത്ര തന്നെ. ഹലോ സാറേ, ഇങ്ങനെ ചിന്താവിഷ്ടനായ ഗൗതമനായി നിന്നാൽ ബാഗ് ഒരിക്കൽ എപ്പ തീരാനാ? സാക്ഷാൽ ഗൗതമ ബുദ്ധനെ പോലെ ബോധിവൃക്ഷച്ചുവട്ടിലിരിക്കുന്നത് പോലെയല്ലേ ഭാവം? ആ, ബാംഗ്ലൂർക്ക് പോകുന്നതിന് പകരം ഇതൊക്കെ ഉപേക്ഷിച്ച് സന്യാസിയാകാൻ പോയാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അയ്യടാ, സന്യസിക്കാൻ ഞാൻ വിട്ടത് തന്നെ. അതിനാണോ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്? കല്യാണം കഴിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു ടൂറിന് പോലും എന്റെ കൂടെ വരുന്നില്ലല്ലോ. ടൂറിന് വരേണ്ട സമയത്ത് വേണ്ടതുപോലെ എന്നെ വിളിച്ചു നോക്കണം. എപ്പ വന്നു എന്ന് ചോദിച്ചാ മതി. ആണോ? അതെ എന്റെ സാറേ. തൽക്കാലം ഈ യാത്ര സാർ ഒറ്റയ്ക്ക് നടത്ത്. ഇനിയുള്ള കാലത്ത് നമ്മൾ ഒരുമിച്ച് നടത്താനിരിക്കുന്ന യാത്രകളെ കുറിച്ച് സ്വപ്നം കണ്ടങ്ങിരുന്നാ മതി. ഈ ബിസിനസ് ടൂറ് തീരുന്നത് പോലും അറിയില്ല. ഇതൊക്കെ പറയും. ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. എന്റെ ബാഗ് ഒരുക്കാൻ പോലും ഇവിടെ ആരുമില്ല. ഓ, സാറിന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ഒരുക്കി തരാം. എങ്കിൽ നമുക്ക് രണ്ടാൾക്കും ചേർന്നൊരുക്കാം. അത് വേണ്ട. സാർ ഇത്തിരി പഞ്ചാര അടിച്ച് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി. ഞാൻ തന്നെ എല്ലാം എടുത്തു വെച്ചോളാം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ഷുഗർ ക്രഷിൽ എന്നെ വെല്ലാൻ ആർക്കും കഴിയില്ല. അതെനിക്കറിയാലോ. പാവം ഗൗതം, ബാഗ് റെഡിയാക്കാൻ ആരുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കണം തോന്നുന്നു. ആ അതെ, ടൂത്ത് പേസ്റ്റും ബ്രഷും സോപ്പും ഒക്കെ എടുത്തു വെക്കണം. എന്നോടാണോ? ഹോട്ടലിൽ നിന്ന് കിട്ടുന്നൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എല്ലാത്തിനും എനിക്ക് എന്റെ പേഴ്സണൽ ബ്രാൻഡ് തന്നെ വേണം. നീ എവിടെ പോന്നു? സോപ്പും പേസ്റ്റും ഒക്കെ എടുക്കാൻ ഗൗതം തന്നെയല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നിന്നോടല്ലേ, ഇവളോടാ. ഇവളോ? ഏതവള്? ഏതവള്? നിന്നോട് ഈ റൂമിൽ കയറുന്ന പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഗൗതമിന്റെ ബാഗ് ഒരുക്കാൻ വന്നതാ. എല്ലാം റെഡിയാക്കാൻ എന്നോട് വസുന്ധരാന്റി പറഞ്ഞു. നിന്നെ കിന്നരിക്കാതെ ഇറങ്ങി പൊടി. നിന്റെ സഹായമൊന്നും എനിക്കിവിടെ ആവശ്യമില്ല. എന്തിനാ ഗൗതം എന്നോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നേ? ഞാൻ നിധിയെയും ഗൗതമിനെ തെറ്റിക്കാൻ വന്നതല്ല. നിങ്ങളെ ഒന്നിപ്പിക്കുക എന്റെ ലക്ഷ്യം. ആ കാഴ്ച കാണാനാ ഞാൻ വ്രതം നോറ്റ് കാത്തിരിക്കുന്ന. നിന്റെ നാടകം എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇറങ്ങിപ്പോടി. ഗൗതം എന്നെ കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല.
ഗൗതമിന്റെ ബാഗ് ഒരുക്കിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എങ്കിൽ ആ ബാഗിൽ തന്നെ നിന്നെ പാക്ക് ചെയ്ത് നിന്റെ വീട്ടിലോട്ട് ഞാൻ അയക്കും.